ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വർഷം CCLൽ കേരള സ്ട്രൈക്കേഴ്സിന് വേണ്ടി കളിച്ചവരിൽ ഏറ്റവും ദുരന്തമായി പോയ താരങ്ങൾ ആരൊക്കെയാണെന്ന്. അതായത് നമ്മൾ വലിയ പ്രതീക്ഷ അർപ്പിച്ചു, പക്ഷേ അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ആ ഒരു താരങ്ങൾ ആരൊക്കെയാണെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇതെൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. സോ ആ ഒരു രീതിയിൽ മാത്രം നിങ്ങൾ കാണുക. ആദ്യത്തെ പേരെന്ന് പറയുന്നത് സിജു വിൽസനാണ്. അതിൻ്റെ പ്രാക്ടീസ് മാച്ചിലെ പ്രകടനങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു അദ്ദേഹം CCLൽ തകർക്കുമെന്ന്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹമാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ പവർ പ്ലേയിൽ ബാറ്റ് ചെയ്തിട്ടുള്ള വ്യക്തി. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണമെങ്കിൽ നല്ലൊരു ഇന്നിങ്സൊക്കെ കാഴ്ചവെക്കായിരുന്നു. പ്രത്യേകിച്ച് പവർ പ്ലേ സമയത്ത്. അതായത് വെളിയിൽ 2 ഫീൽഡറെ കാണത്തുള്ളൂ 3 ഓവർ. ആ ഒരു സമയത്ത് ഫീൽഡർ ഇല്ലാത്ത സ്ഥലത്തോട്ടൊന്ന് പൊക്കി അടിച്ചാൽ 6ഓ 4ഓ ഒക്കെ പോകും. 6 പോയില്ലെങ്കിൽ പോലും 4 പോകും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമ്മൾ 1-2 ബൗണ്ടറീസ് കണ്ടു. പക്ഷേ അതുപോലെ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ വേണം. സോ അത് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കാണാൻ സാധിച്ചില്ല. ഭയങ്കര നിരാശപ്പെടുത്തുന്ന ഒരു പ്രകടനമായിരുന്നു സിജു വിൽസനെ ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നെ അദ്ദേഹം ബോൾ എറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ ഫീൽഡിങ് കുറച്ച് നല്ല ക്യാച്ചസ് ഒക്കെ അദ്ദേഹം ചെയ്തിരുന്നു. ബട്ട് ഓവറാൾ ബോളിംഗ് ആൻഡ് ബാറ്റിംഗ് സൈഡൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ബോൾ എറിഞ്ഞിട്ടില്ല. ബട്ട് ബാറ്റിംഗ് സൈഡ് വെച്ച് നോക്കുമ്പോൾ വളരെ ഒരു മോശം പ്രകടനമായിട്ടാണ് എനിക്ക് തോന്നിയത്. രണ്ടാമത്തെ പേര് രാജീവ് പിള്ളയാണ്. അത് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്ത് രാജീവ് പിള്ളയുടെ ഭാഗത്ത് നിന്നായിരുന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ഏതാണ്ട് 8 ഇന്നിങ്സ് അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ആ ഒരു ഇന്നിങ്സിൽ നിന്ന് ഒരു കളിയിൽ മാത്രം 46 റൺസ് നേടി. ബാക്കിയുള്ളതൊക്കെ വൻ പരാജയമായിരുന്നു. കൂടാതെ കുറച്ച് ക്യാച്ചസും ഡ്രോപ്പ് ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഓവറോൾ രാജീവ് പിള്ളയുടെ ഭാഗത്ത് നിന്ന് മോശം പ്രകടനമായിരുന്നു. അതായത് ഈ ഒരു തുഴഞ്ഞുള്ള ബാറ്റിങ്ങൊക്കെ അദ്ദേഹം അവസാനിപ്പിക്കണം. കുറച്ചുകൂടെ അഗ്രസീവായിട്ട് അദ്ദേഹം ബാറ്റ് ചെയ്യണം. അതിനുള്ള നെറ്റ് പ്രാക്ടീസ് അദ്ദേഹം അടുത്ത വർഷം CCL തുടങ്ങുന്നതിന് 1-2 മാസം മുമ്പെങ്കിലും ചെയ്തു തുടങ്ങണം. സോ ഈ ഒരു ഫോർമാറ്റ് കുറച്ചുകൂടെ മനസ്സിലാക്കി കളിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. രാജീവ് പിള്ള ഇതിൽ വൻ ദുരന്തമായി പോയത് ആരെന്ന് പറയുന്നത് സിദ്ധാർത്ഥ് മേനോനാണ്. അതായത് അതിൽ നിന്ന് ഞാൻ കുറേ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. അതായത് ഗ്യാപ്സിലൂടെയൊക്കെ ബൗണ്ടറീസ് നേടാം എന്നൊക്കെ ഞാൻ കുറേ വിചാരിച്ചിരുന്നു. ഒരു 4ാമതൊക്കെ വന്ന് കളിയെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവ് അദ്ദേഹത്തിലുണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് വളരെ മോശം പ്രകടനമാണ് ഈ ഒരു സീസണിൽ നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നെ തെലുങ്കുമായിട്ടുള്ള ആ ഒരു മാച്ച് നമ്മൾ പരാജയപ്പെട്ടിരുന്നെങ്കിൽ അതിന് കാരണമായത് സിദ്ധാർത്ഥ തന്നെയായിരിക്കും. കാരണം അദ്ദേഹം ആ ഒരു മാച്ചിൽ 1-2 ക്യാച്ചസ് ഡ്രോപ്പ് ചെയ്തിരുന്നു. ആ ഒരു മാച്ച് അദ്ദേഹം ഒരു ക്യാച്ച് പിടിച്ചിരുന്നു. പക്ഷേ അതിന് മുമ്പ് 1-2 ക്യാച്ചസ് ഡ്രോപ്പ് ചെയ്തിരുന്നു. വളരെ ഇമ്പോർട്ടൻറ്റ് ക്യാച്ചസ് ആയിരുന്നു അതൊക്കെ. ലൈറ്റ്സിൻ്റെയൊക്കെ പ്രശ്നമാണെന്ന് അദ്ദേഹം പറയുന്നു. ബട്ട് അദ്ദേഹത്തെ പോലൊരു താരം അതൊക്കെ പിടിക്കേണ്ടതാണ്. സോ വളരെ മോശം ഫീൽഡിംഗ് സൈഡ്, ബാറ്റിംഗ് സൈഡ് എല്ലാം വെച്ച് നോക്കുമ്പോൾ വളരെ മോശം പെർഫോമൻസാണ് സിദ്ധാർത്ഥിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു സീസണിൽ നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നെ അദ്ദേഹം ഈ ഒരു സിറ്റുവേഷന് പറ്റിയൊരു ബാറ്റ്സ്മാൻ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫോർമാറ്റിന് പറ്റിയൊരു ബാറ്റ്സ്മാൻ അല്ലെന്നാണ് തോന്നുന്നത്. ഒന്നെങ്കിൽ ഒരു പ്രോപ്പർ T20 അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ടൈപ്പ് ക്രിക്കറ്റിലൊക്കെ പറ്റിയൊരു ബാറ്റ്സ്മാനാണ്. അതായത് ഈ ഒരു പെട്ടെന്ന് അടിച്ച് കളിക്കേണ്ട കളിയിൽ അദ്ദേഹത്തിന് അതിനുള്ള ശേഷിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അവസാനത്തെ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ക്യാപ്റ്റൻ ഇന്ദ്രജിത്താണ്. അതായത് ഇന്ദ്രജിത്ത് ഞാൻ വിചാരിച്ചു 1-2 ബൗണ്ടറീസ് എങ്കിലും അദ്ദേഹം ഏതെങ്കിലുമൊക്കെ മാച്ച് ചെയ്യണമെന്ന്. അദ്ദേഹം 1-2 മാച്ച് കളിച്ചുള്ളൂ. ആദ്യത്തെ 2 മാച്ച് അദ്ദേഹം കളിച്ചുള്ളെങ്കിൽ പോലും ഒരു മാച്ച് 1-2 ബൗണ്ടറീസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല നല്ല ഷോട്ടുകളൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ വളരെ ഒരു മോശം പെർഫോമൻസാണ് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. നല്ലവണ്ണം പെർഫോം ചെയ്തില്ലെന്ന് മാത്രമല്ല ജയിക്കേണ്ട കളി അദ്ദേഹം തോൽപ്പിക്കുകയും ചെയ്തു. അതായത് മുംബൈ ഹീറോസുമായിട്ടുള്ള മാച്ചിൽ 7 റൺസ് 13 ബോളിൽ, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതായത് വെറുതെ 6 ബോൾ അദ്ദേഹം വേസ്റ്റ് ചെയ്ത് കളഞ്ഞു. ആ ഒരു 6 ബോൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ആ ഒരു കളി തന്നെ വിജയിക്കായിരുന്നു. സോ അങ്ങനെയൊക്കെ ഓവറാൾ നോക്കുമ്പോൾ വളരെ മോശം പെർഫോമൻസാണ്. 2 കളിയെ കളിച്ചുള്ളെങ്കിൽ പോലും ഇന്ദ്രജിത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് പല ടീമുകളുടെ ക്യാപ്റ്റന്മാർ നല്ലവണ്ണം കളിക്കുന്നുണ്ട്. നമ്മുടെ ടീമിൽ ക്യാപ്റ്റൻ ഇന്ദ്രജിത്താണ് വളരെ മോശം പ്രകടനം കാഴ്ചവെച്ചത്. സോ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയുള്ളൂ. നിങ്ങൾക്ക് തോന്നിയ താരങ്ങൾ ആരൊക്കെയാണ് ഈ ഒരു സീസണിൽ ഏറ്റവും മോശമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള? വിവേകോവിൻ്റെ പേരൊക്കെ വേണമെങ്കിൽ എടുത്ത് പറയാം. പക്ഷേ അദ്ദേഹത്തിന് ബാറ്റിങ്ങിൽ കറക്റ്റായിട്ടുള്ള അവസരങ്ങൾ കിട്ടിയില്ല. എപ്പോഴെങ്കിലും അവസാനം വരും. സോ അങ്ങനെയൊക്കെ അതുകൊണ്ട് ഞാൻ വിവേകോവിൻ്റെ പേര് പറയുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹം ഇതിൽ ഉൾപ്പെടുന്ന താരമാണ്. അതായത് ഓപ്പണിംഗ് അദ്ദേഹത്തിന് 1-2 അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ ഒരു അവസരങ്ങൾ കിട്ടിയപ്പോഴും അദ്ദേഹം കളിച്ചിട്ടില്ല. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അതായത് എനിക്ക് അദ്ദേഹത്തിന് കൂടുതൽ അവസരങ്ങൾ കിട്ടിയില്ല എന്നതുപോലെ എനിക്ക് തോന്നി. ബാറ്റിങ്ങിൽ ബോളിങ്ങിൽ അദ്ദേഹം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തെന്ന് പറയാം. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.